ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് 350cc 2021 റോയൽ എൻഫീൽഡിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ അതിനകത്ത് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ടൂൾസുകളൊക്കെ എടുത്തു കഴിഞ്ഞ് അതിൻ്റെ അടിഭാഗം ഞാൻ കാണിക്കാം. അത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തു കഴിഞ്ഞ് നമ്മൾ ഈ കാണുന്നത് 2 സ്ക്രൂ ഇട്ടാണ് ആ ഓയിൽ ട്രെയിൻ ചെയ്യുന്ന ഭാഗത്തുള്ളത്. അതിന് ഒരു സ്ക്രൂ ഊരിയിട്ട് മറ്റേ സൈഡ് ഇച്ചിരി ശരിച്ച് അങ്ങോട്ട് മാറ്റി വെക്കുക, അന്നേരം അത് ട്രെയിൻ ചെയ്തോളും. അല്ലെങ്കിൽ പിന്നെ രണ്ടുകൂടെ നമ്മൾ ഊരിയ പിന്നെ അത് രണ്ടുകൂടെ സ്ക്രൂ ഇടാനായിട്ട് ഇച്ചിരി പാടാണ്, കാരണം അതിനുള്ള ഇടയേ ഉള്ളൂ, നമുക്ക് ഉള്ളിലേക്ക് കയറിപ്പോയി ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ആ ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെയാണ് അതിൻ്റെ ഫിൽറ്റർ ചെയ്യണത്. നമ്മളത് ഓപ്പൺ ചെയ്തു, ഇച്ചിരി ഊരിയെടുക്കാൻ ഇച്ചിരി പാടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഫിൽട്ടർ. ഈ സാധനം ഓൾറെഡി ഡയർട്ടി ആയി. നമ്മളൊരു 1000 കിലോമീറ്ററൊക്കെ കുറഞ്ഞ് ഓടിച്ചാൽ തന്നെ ഈ കളറാവും. നമുക്കത് ഇതിൻ്റെ പുതിയത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇത് പുതിയ സെയിം കാഴ്ചയിൽ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, നമുക്ക് അറിയാം. പക്ഷേ ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ശരിക്കും തുടച്ച് ക്ലീൻ ചെയ്യണം, പൊടിയൊന്നും ഇടിക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് ഈ പുതിയ ഫിൽറ്റർ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റി വെക്കുക. ശകലം വെറ്റ് ചെയ്താലും കുഴപ്പമില്ല. അതങ്ങോട്ട് വെച്ച് ശരിക്കും ടൈറ്റായിട്ട് ശകലം പുഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കവറ് നമുക്ക് അങ്ങോട്ട് ചെയ്ത് ഒത്തിരി മുറുക്കി ടൈറ്റ് ചെയ്യരുത്. എനിക്കങ്ങനെ ഒരെണ്ണത്തിൻ്റെ അതിൻ്റെ ആ മുറുക്കിയ ഒരു പിരി വെട്ടിപ്പോയാൽ പൊട്ടിയതാണ്. അതുകൊണ്ട് കെയർഫുൾ ആകണം. അത് നമ്മൾ പിടിപ്പിക്കുമ്പോൾ അത് ഒത്തിരി മുറുക്കാതെ ചെറുതായിട്ട് ആ കറക്റ്റ് സൈസിൽ വെച്ച് മുറുക്കുക. ഇത്രയും ഓയിൽ കിട്ടി, ഇത്ര ഓയിലുണ്ടായിരുന്നു. ഇത് നമ്മൾ ഊറ്റിയെടുത്ത് കളറ് മാറിയിരിക്കുന്നുണ്ടോ. നമ്മളിനി പുതിയ ഓയിൽ ഒഴിക്കാൻ പോകണം. നമ്മളിനി ഓയിൽ ഒഴിക്കാൻ പോകണം. അതിൻ്റെ ആ ക്യാപ്പ് മുകളിലത്തെ ഊരി കഴിഞ്ഞിട്ട് അതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇത് പഴയത് നമ്മൾ ഉപയോഗിച്ചതാണ്, പക്ഷേ അത് ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്നില്ല. കാരണം നമ്മൾ പെട്ടെന്ന് പോയി ഓട്ടോസോണിൽ പോയി മേടിച്ചതാണ്, മൊബൈൽ 1ൻ്റെ. അതിൻ്റെ നമ്മൾ നോക്കുമ്പോൾ ഓരോ മോട്ടോർ സൈക്കിളിനും ഓരോ ഓയിലാണ്. ഇതിന് പറ്റുന്ന 15W/50 ആ സൈസാണ് നമ്മൾ ഇടുന്നത്. കാരണം അതിൻ്റെ ഓയിലിൻ്റെ കട്ടി അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ആ ചോർപ്പ് വെച്ച് നല്ല സ്മൂത്തായിട്ടും ഒഴിക്കുക. അതിൻ്റെ അടിയിലൊരു മീറ്ററുണ്ട്, നമ്മളത് നോക്കണം അത് എന്തുമാത്രം ഫില്ലാകുന്നുണ്ടെന്നുള്ളത്. അതിൻ്റെ ഹാഫ് നമ്മൾ നിറയ്ക്കണം. സ്ലോലി നമ്മൾ നിറച്ചാൽ മതി. അറിയാം, കണ്ടോ, അതിനകത്ത് നമ്മൾ നോക്കാം. മീറ്റർ പോലെ ഒരു ചെറിയൊരു സാധനമുണ്ട് ആ ഓയിലിൻ്റെ, നമുക്ക് കാണാം. ഉണ്ടോ, നിറഞ്ഞു വന്നു. മൊത്തം നിറയാതെ കുറച്ച് അവിടെ ലൈൻ ഇട്ടിട്ടുണ്ട്, അവിടം വരെ നമ്മൾ നിറയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളത് ബാക്കപ്പ് ചെയ്ത് ക്യാപ്പിട്ട് നല്ല ടൈറ്റ് ചെയ്ത് മുറുക്കുക. വലിയ പാടൊന്നുമില്ല, നമുക്ക് തന്നെ ചെയ്യാനേ ഉള്ളൂ. നമ്മൾ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റും. നമ്മുടെ 350cc 2021 ഓയിൽ ചേഞ്ച് സക്സസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വെരി മച്ച്.